ഹായ് കൂട്ടുകാർ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഈ സ്നേഹപ്രകടനത്തിലൂടെ കടന്നുപോയ ഒട്ടേറെ നമ്മൾ പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവയ്ക്കണം തോന്നി, അതുകൊണ്ട് പങ്കുവയ്ക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഭർതൃ വീട്ടിലെ അമിതമായ സ്നേഹം, വാത്സല്യം, അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്ക് നമ്മളോടുള്ള അമിതമായ സ്നേഹം, ഒരു പരിഗണന കേട്ടോ. അയ്യോ, ആ പരിഗണനയും ആ സ്നേഹം നമ്മൾ അനുഭവിക്കാതിരിക്കുക ഭേദം കേട്ടോ. കാരണം പൂവൻ പഴം കൊണ്ട് കഴുത്തറക്കുക എന്ന് പറഞ്ഞ പോലെ മധുരമായി സംസാരിച്ചിട്ട് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയും ചെയ്തു, കൊള്ളേണ്ടവർക്ക് കൊള്ളും ചെയ്തു. അവർ കുറ്റമായിട്ട് പറഞ്ഞില്ല, അമ്മായിമ്മ പോരും ഇല്ല. പക്ഷേ ഏതൊരു അമ്മായിമ്മ പോരിനേക്കാളും സഹിക്കാൻ പറ്റാത്തത് ഈ സ്നേഹപ്രകടനം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊന്നും അധികം കാണുന്നില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ കുടുംബത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം, മുഴുവനായിട്ട് പോയി ഞാൻ പറയണില്ല. പക്ഷേ എൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ളവർക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, ജോലി എന്നുള്ള സങ്കല്പത്തിനേക്കാൾ ഉപരിയായിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞു വിവാഹാലോചനകൾ വരുമ്പോൾ നമുക്ക് ഇരു കൂട്ടർക്കും, അതായത് രണ്ട് വീട്ടുകാർക്കും തമ്മിൽ ചേരാം, അല്ലെങ്കിൽ വിവാഹബന്ധത്തിന് അനുകൂലമാണ്, ജാതകമൊക്കെ ചേർന്ന് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ നോക്കുക. അങ്ങനെയൊക്കെ ചേർന്ന് എടുക്കാമെന്നും കൊടുക്കാമെന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ വിവാഹമൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെയല്ല, പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ പോലെ അത്ര അങ്ങോട്ട് തൻ്റേതായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഒന്നും കുട്ടിക്കാലങ്ങളിലില്ല. അപ്പോൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയം കഴിയണൊക്കെ മുന്നേ തന്നെ ഫോൺ വിളിയായി, സംസാരമായി, കാണലായി ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ സമയങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. അന്നൊക്കെ ലാൻഡ് ഫോണൊക്കെ അപൂർവം ചില വീടുകളിൽ മാത്രം ഉണ്ടാവുക. അതുപോലെ ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലല്ലോ. പിന്നെ കാണാനും മിണ്ടാനും നിശ്ചയത്തിന് പോലും ചെക്കൻ വരാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ പുതിയ ഒരു അന്തരീക്ഷം, പുതിയ വ്യക്തികൾ, നമുക്ക് ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിനെ കൂടി കൂടുതലായിട്ട് പരിചയം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയി അവിടെ എത്തുമ്പോൾ നമുക്ക് എന്തിനും ഏതിനും ഒരു പേടിയല്ലേ. ഭർത്തൃ വീട്ടിലെത്തിയിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അവരോട് സമ്മതം ചോദിക്കുക, എന്തിനും ഏതിനും അവരോട് നമ്മളൊരു എത്രയൊക്കെ ആയാലും ഒന്നിങ്ങനെ മാറി നിന്നിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. അതുപോലെ രാവിലെ അവർ എഴുന്നേൽക്കുമ്പോഴത്തേനും അമ്മായിമ്മയൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേനും നമ്മൾ അയ്യോ നമ്മൾ ഉറങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ട് ഉറക്കമില്ലാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് അല്ലേ. ആ ഒരു കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ചിലവർ നന്നായിട്ട് നല്ല സോഷ്യലായിട്ട് നമ്മളോടൊക്കെ എല്ലാം കൂട്ടത്തിൽ കൂടെ കൂടുന്നവരുണ്ടായിരിക്കാം, ചിലവർ അങ്ങനെയില്ല. പിന്നെ ഇന്നത്തെ പോലെയല്ല, അയൽപ്പക്കക്കാർ വന്നിരിക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വന്നിരിക്കും, അവരെല്ലാം സംസാരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളെക്കാൾ ഉപരി നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോടല്ലേ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിന് അവർ പറയുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയൊക്കെ വെച്ചാൽ പൂവൻ പഴം കൊണ്ട് കഴുത്തറക്കുക എന്ന് പറഞ്ഞ പോലെ മധുരമായി സംസാരിച്ചുകൊണ്ട് നമ്മളോട് പറയാനുള്ളത് പറയും. പക്ഷേ എവിടേക്കോ നമ്മളതിനെ കുത്തും, ആ കുത്തൽ നമുക്ക് കൊള്ളും. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പം എന്താ അറിയുക, കുട്ടിക്ക് ഇപ്പം അതിനുള്ള പ്രായമില്ലായിട്ടുള്ളൂ, അല്ലെങ്കിൽ കുട്ടി ഇപ്പം അങ്ങനെ വീട്ടിൽ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലല്ലോ, കുട്ടിക്ക് ഇപ്പം അതൊന്നും ചെയ്യാറില്ല എന്നൊക്കെ പറയുന്ന രീതി നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്ന പോലെ ആയിരിക്കും. പക്ഷെ പറയുന്നതൊരു കുത്തിത്തരാണ് കേട്ടോ. അപ്പം അതൊക്കെ ആകുമ്പോൾ നമ്മളതൊക്കെ സഹിച്ച് പിടിച്ച് എങ്ങനെയെങ്കിലും 2 ദിവസം നമ്മുടെ വീട്ടിലേക്ക് പോയാൽ മതി തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ 2 ദിവസം പോയാൽ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് നമ്മൾ പോയാൽ നമ്മൾ വിചാരിക്കും ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, ഇന്നിപ്പോൾ പോണ്ടി വന്നു എന്നുള്ള പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ പോവാന്ന് പറയുന്ന ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് വയ്യാന്ന് തോന്നും, ക്ഷീണം, തളർച്ച, ഭക്ഷണം വേണ്ട, ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയവരുണ്ടോ? അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഒരുവിധമൊക്കെ അങ്ങോട്ട് എത്തി. അന്നൊക്കെ ബസ്സിൽ തന്നെയല്ലേ, ഇപ്പം ഇന്നത്തെ പോലെ വാഹന സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. അപൂർവം നമ്മൾ ഓട്ടോ ഒക്കെ വാടകയ്ക്കൊക്കെ വിളിച്ചിട്ട് പോവും. ഇനിയിപ്പോൾ അത് ദൂര സ്ഥലങ്ങളൊക്കെ വെച്ചപ്പോൾ ഇപ്പോഴും അങ്ങനെ വിളിച്ച് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ബസ്സിലൊക്കെ പോകും, ചിലപ്പോൾ 2 ബസ് 3 ബസ്സൊക്കെ മാറി കയറേണ്ടി വരും. ഈ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് വീട്ടിൽ നിന്ന് പോകണ മാനസിക വിഷമം, ആ ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം തന്നെയാണ് കേട്ടോ. അനുഭവിച്ചവർക്ക് അറിയാം, ഞാൻ അത് പറയുമ്പോൾ അനുഭവിച്ചവർ ശരിക്കത് ഓർക്കുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തി. നമ്മൾ ചെന്ന് നമ്മുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ അവരൊക്കെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഇതെന്തത് ആകെ കറുത്തൂലോ, എന്തെങ്ങനെയായത്, അവിടെ ഭക്ഷണമൊന്നും കഴിക്കില്ലേ, നേരത്തും കാലത്തൊന്നും കഴിക്കണമെന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് പോവാനുള്ള വന്ന വിഷമവും
നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന വിഷമവും ഇതൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ഷീണം തളർച്ചയാവും. ഇതൊക്കെ കഴിഞ്ഞ് ഈ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കുട്ടിയായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്കും വിഷമം, നമുക്കും വിഷമം. പോരുമ്പോൾ എന്താ വെച്ചാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടീനെ നമ്മുടെ വീട്ടിലങ്ങോട്ട് ഏൽപ്പിച്ചാൽ നമുക്ക് കുട്ടറ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഒക്കെ നമ്മുടെ അമ്മൂമ്മ ആരൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ അവരൊക്കെ നോക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടറ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. വാഴയ്ക്ക കൊടുക്കണ പ്രായം വെച്ചാൽ വാഴയ്ക്ക ഉണ്ടാക്കൽ, ചോറ് ഭക്ഷണം കൊടുക്കുന്നത്, അതുപോലെ കുട്ടിയുടെ എല്ലാ കാര്യവും നമ്മൾ നോക്കണം. രാത്രി നമുക്ക് ഉറക്കമില്ല, പകലും നമുക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. പാല് കുടിക്കണ കുട്ടിയെ വെച്ചാൽ പറയും വേണ്ട. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ പോയി 4 ദിവസമൊക്കെ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച നിന്നു, അല്ലെങ്കിൽ 15 ദിവസം നിന്നു നമ്മൾ തിരിച്ചു പോരുകയാണെന്നുണ്ടെങ്കിൽ പോരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ മാനസിക വിഷമം, ഭക്ഷണം വേണ്ടായ്മ, ക്ഷീണം, തളർച്ച ഇതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കുട്ടീനെയും കൊണ്ട് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ മാത്രമേ പറയണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ കുട്ടിയുള്ള സമയത്ത് കുട്ടീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയ്യോ ഈ കുട്ടി ആകെ കറുത്തൂല, കുട്ടി ആകെ കോലം കെട്ടു, കുട്ടി ആകെ ക്ഷീണിച്ചു, എന്താ കുട്ടിയുടെ രൂപം എങ്ങനെയായത്, അവിടെ എന്താ കുട്ടിക്ക് തിന്നാനും കുടിക്കാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കുട്ടീനെ ആരും നോക്കിണ്ടാവില്ലേ, നേരവണ്ണം കുളിപ്പിക്കണമെന്നില്ലേ, നമ്മുടെ അമ്മായിമ്മയും ചോദിക്കും, അതുപോലെ തന്നെ അയൽപ്പക്കക്കാരും ചോദിക്കും. കൂട്ടൊരാക്രമണമാണ് കേട്ടോ. ഈ ആക്രമണത്തിൻ്റെ നടുവിൽ നമ്മളൊരു എര അല്ലെങ്കിൽ ഒരെര നമ്മൾ നിൽക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ മൃഗങ്ങൾ കൂടി നിന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന പോലെ നമുക്ക് തോന്നുക, ഫീൽ ചെയ്യുക കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞു, നമ്മുടെ വിഷമം നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെയൊന്നല്ലാതെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരക്കുട്ടീനെ, അതായത് മകൻ്റെ കുട്ടീനെ ആണെങ്കിലും നല്ല രീതിയിൽ കൊണ്ട് നടന്ന് നോക്കുന്ന അമ്മമാരുണ്ട് കേട്ടോ. പിന്നെ ആ കുട്ടീനെ 2 ദിവസം കാണാണ്ടിരിക്കുമ്പോഴത്തേനും വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഒക്കെ ഇല്ല എന്ന് പറയണില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ കുട്ടീനെ കാണാനുള്ള വിഷമമല്ല, നമ്മളോട് പറയുമ്പോൾ അങ്ങനെ പറയുക. എന്താ വെച്ചാൽ കുട്ടീനെ കാണാനുള്ള വിഷമം വെച്ചാൽ കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടറ കാര്യങ്ങളൊക്കെ ഈ അച്ഛമ്മയ്ക്ക് നോക്കാം, അല്ലെങ്കിൽ ആരാ നമ്മളെന്നെ പറയണ വെച്ചാൽ അവർക്ക് നോക്കാം, കുട്ടീനെ കാണാൻ കൊതിക്കുന്നവർക്ക് നോക്കാം. അവരാരും കുട്ടീനെ കൈകൊണ്ട് തൊടില്ല. ഈ അടുക്കളപ്പണി ആയിക്കോട്ടെ, അടിച്ചു വാരലായിക്കോട്ടെ, തിരുമ്പലായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ കുട്ടറ കാര്യങ്ങളും നോക്കണം. അപ്പോൾ കുട്ടി ചിലപ്പോൾ പണ്ടൊക്കെ വിറകടുപ്പും കാര്യങ്ങളാണ്, ഇന്നത്തെ പോലെയല്ല. പല വീടുകളിലും പുറത്തടുപ്പ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുപ്പ് താഴെയുള്ള വീടുകളുണ്ടായിരിക്കാം. അപ്പോൾ ഈ അടുപ്പിൽ നിന്ന് വെണ്ണീർ കോരിട്ടു, അല്ലെങ്കിൽ അങ്ങനെ കോരിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള വീടച്ച പറയണ്ട, അടക്കട തൊണ്ടടക്കം അടുപ്പിലേക്കിടും കത്തിക്കാൻ, വെള്ളം ചൂടാക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ വെണ്ണീർ കോരിയിടുന്ന സമയത്ത് ഈ അടക്കയുടെ തൊണ്ടും ഇതൊക്കെ കനലുണ്ടായിരിക്കും. അപ്പോൾ കുട്ടി മുറ്റത്ത് കൂടെ നടക്കുന്ന പ്രായം വെച്ചാൽ മുറ്റത്ത് കൂടെ നടക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ എങ്ങനെ നമ്മൾ കണ്ണ് തുറന്നിരുന്ന് നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കുട്ടി ഒന്ന് വീഴുകയോ പിടിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അതിപ്പോൾ ഇപ്പോഴും അതെ, എപ്പോഴും അതെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടി പോയി ആ കനലിൽ ചവിട്ടി കുട്ടിയുടെ കാല് പൊള്ളി. അപ്പോൾ നമ്മൾ നോട്ടക്കുറവായി, നമ്മളതിനെ കുറ്റം പറയും. ഈ കുറ്റം പറയുന്ന ഒരു കുട്ടീനെ നോക്കാനായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോയവർ ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങൾ അതൊക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ അങ്ങനെയില്ല. കൃഷിയും കാര്യങ്ങളോ അല്ലെങ്കിൽ തോട്ടോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ല. 5 സെൻറ്റ് 10 സെൻറ്റിലൊക്കെ വീട്, ഇല്ലെങ്കിൽ ഫ്ലാറ്റ്, വില്ല, ഇതൊക്കെയാണ്. മാത്രമല്ല അച്ഛനും അമ്മയും ഒക്കെ കുട്ടീനെ നോക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികളെ തന്നെ അവർ പരിപാലിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാലും അപൂർവം ചില വീടുകളിൽ ഇപ്പോഴും ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. കുട്ടി നമ്മുടെ വീട്ടിൽ പോയിട്ട് കുട്ടി തിരിച്ചു വരുമ്പോൾ സ്നേഹപ്രകടനം കണ്ടു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നു മോളെ, അല്ലെങ്കിൽ പൊന്നു മോനെ, നീ ഇങ്ങനെയൊക്കെ ആയില്ലോ, നിന്നെ ആരും അവിടെ നോക്കിയില്ലേ, നിനക്ക് നേരത്തെ ഭക്ഷണം തന്നിട്ടുണ്ടാവില്ലേ, കുട്ടി ആകെ ക്ഷീണിച്ചു, കോലം കെട്ടു, കുട്ടീനെ കാണാണ്ടിരിക്കാൻ വയ്യ എന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോവാച്ചാലും ഇതേ കാരണം പറഞ്ഞിട്ട് പിടിച്ചു നിർത്തും. അപ്പോൾ അങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളൂ, പിന്നെന്താ. പക്ഷേ ഈ പറയുന്ന അമ്മായിമ്മമാരുടെ പെൺമക്കൾ ആഴ്ചയിൽ വന്ന് നിന്നിട്ട് പോവും. പക്ഷേ എന്നിട്ടും ഇവർ പെൺമക്കൾ വീട്ടിൽ വന്ന് നിൽക്കണില്ല എന്നുള്ള പരിവേദനയും കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പെരുമാറാനും അമ്മയും മരുമക്കളും മകളും ഒക്കെ നന്നായിട്ട് പെരുമാറാനും കാര്യങ്ങളൊക്കെ നന്നായി പെരുമാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വീടുകളിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ അമിതമായ ഈ സ്നേഹപ്രകടനം അനുഭവിച്ചവർ എത്ര പേരുണ്ട്? അപ്പോൾ ഇതൊന്നും എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പങ്കുവെച്ചതാണ്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.